ഫെബ്രുവരി 7-നാണ് നമ്മുടെ ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. പുതിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചോ എന്ന് പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. ഒരുപാട് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന ഖജനാവിലേക്ക് വരുമാനം എത്തുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശം. നമുക്ക് ലോട്ടറി വിൽക്കുന്നവർക്ക് അതെല്ലാം പാലിച്ചോ എന്ന് പറയാൻ എളുപ്പത്തിൽ സാധിക്കും. ചേട്ടാ, ഇതാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ്. അപ്പോൾ ഈ ബജറ്റിൽ ഒരു ലോട്ടറി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ഞാൻ വായിക്കാം. പുതുതായി ഏജൻസി എടുക്കുന്നവർക്കും ചെറുകിട വിൽപ്പനക്കാർക്കും പ്രതിവാര ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ആവശ്യത്തിന് ലഭ്യമാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി പ്രതിവാര ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ സീരീസ് വർദ്ധിപ്പിക്കുകയും സമ്മാന ഘടന പരിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. ഇതിലൂടെ 30,000 പേർക്ക് അധിക തൊഴിലവസരം സൃഷ്ടിക്കാൻ സാധിക്കും. സർക്കാരിൻ്റെ വാഗ്ദാനമായിരുന്നു കഴിഞ്ഞ ബജറ്റ്. ഇത് സാധിച്ചില്ല, നടപ്പായില്ല. ഇല്ല, ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതപ്പോൾ സീരീസ് ഒന്നും കൂട്ടിയില്ല. ഇല്ല. ഒരിപ്പോൾ 5ഉം 6ഉം എടുത്തുകൊണ്ടിരിക്കുന്നവരിപ്പോൾ ആരാവരം ഒരു ടിക്കറ്റാണ് എടുക്കുന്നത്. കച്ചവടം നടക്കണില്ല, അല്ല പ്രൈസ് ഇല്ല. ആളെല്ലാം ചോദിക്കുമ്പോൾ പ്രൈസ് ഇല്ലാതെ എന്തിന് വെറുതെ എടുത്ത് കീറിക്കളയണം. എന്തിന് ആ പൈസ നമ്മൾ ഒരു പെട്ടിയിലിട്ടിരുന്നാൽ നല്ലൊരു എമൗണ്ട് ആവും. വെറുതെ 100, 150, 200 ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഓരോരുത്തർ പറഞ്ഞിട്ട് പോകുന്നത്. 50 ടിക്കറ്റ് 75 ടിക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരേ ഒരു ബുക്ക് മാത്രം 25 എണ്ണമാണ് അലാപരം പോണത്. ആ ഗതികേടായി. ഏജൻസി പോയ ടിക്കറ്റും ഇല്ല. അടുത്ത ബജറ്റായി അത് തന്നെ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. വാഗ്ദാനങ്ങളിലൊന്നും വിശ്വാസമില്ല. ഒന്നുമില്ല പ്രവൃത്തിയിലൊന്നുമില്ല. പറയണമെന്ന് പ്രവർത്തിക്കണമെന്ന് അത്ര തന്നെ. ഭാഗ്യക്കുറി 40 രൂപ മുടക്കിയാൽ 70 ലക്ഷം. കേട്ടോ, ഭാഗ്യമുണ്ടോ? കഴിഞ്ഞ ബജറ്റിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. എന്തായാലും നടന്നോ? അത് നടന്നോന്ന് വെച്ചാൽ അത് നടന്നാലേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഈ വെയിലത്ത് കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കൈനട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. 100 രൂപ പോലും അടിക്കണില്ല. അടിച്ചാലേ ആരെങ്കിലും എടുക്കുകയുള്ളൂ. എടുത്താലേ നമുക്ക് വീട് കഴിയാൻ ഒക്കൂ. ഇതൊന്നും ചെയ്യാൻ നോക്കാതെ അതിൽ കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കൂടുതൽ എടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു 60 എണ്ണം എടുക്കും. മുഴുവൻ പോകില്ല. ചിലപ്പം 10ഉം 15ഉം ഒക്കെ മിച്ചം വരും. അതിനെയും കാട്ടി ഒരു കൂലി വേലയ്ക്ക് പോയിരുന്നാലും രൂപ 1000 കിട്ടും. അതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം 3 മണി വരെ കഴിഞ്ഞാൽ ഈ പൈസ പോലും കിട്ടിയില്ല. കിട്ടണത് ഇപ്പോൾ ഇത്തിരി 60 എണ്ണം വിറ്റാൽ 400 രൂപ കിട്ടും. അത് ഈ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടണത് 100 രൂപ മിച്ചം കാണും. അത് വീട്ടിൽ കഴിയാൻ ഒക്കില്ല. വിറ്റ് രൂപ 50 വെച്ചാണ് വിൽക്കണത്. അല്ല, ഒരു 20 എണ്ണം എൻ്റെ കയ്യിൽ മിച്ചം വന്നു. രൂപ എത്ര രൂപ നട്ടം. എനിക്ക് പിറ്റേന്ന് ടിക്കറ്റ് എടുക്കാനും ഒക്കില്ല. സൈക്കിൾ ചവിട്ടി ക്ഷീണം കയ്യും കാലും ഒക്കെ കളിച്ച് ഒരറ്റത്ത് ഇരുന്നാണ് വിൽക്കണത്. ഈ വെയിലൊക്കെ കൊണ്ട് മഴയായിരുന്നാലും ശരി, വെയിലായാലും ശരി, വിൽക്കുമ്പോൾ ആളുകളെ കൊണ്ട് തള്ളിക്കൊണ്ട് കൊടുത്താലും ഒരു 100 രൂപ അടിച്ചാലേ നിങ്ങൾ എടുക്കാവുള്ളൂ. അല്ല പിന്നെ എങ്ങനെ എടുക്കും? ഇത്തവണത്തെ ബജറ്റിലും വാഗ്ദാനങ്ങളുണ്ടാവും. വാഗ്ദാനങ്ങൾ മാത്രം പോരാ, പക്ഷെ അതേപോലെ ഫലിക്കണം. പറഞ്ഞാലേ ജനങ്ങൾക്ക് ഒരു സന്തോഷം വരുള്ളൂ, ജനങ്ങൾ ഇത് എടുക്കുകയുള്ളൂ. ഇപ്പോൾ കള്ളമെന്നാണ് പറയണത്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ ശ്രീകണ്ഠൻ ചേട്ടനെ പോലുള്ള ലോട്ടറി വിൽപ്പനക്കാർക്ക് ധനമന്ത്രി നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ ബജറ്റിലും വാഗ്ദാനങ്ങൾ കാണും. പക്ഷേ ഈ വാഗ്ദാനങ്ങളൊന്നും ലോട്ടറി വിൽപ്പന നടത്തുന്നവർ സന്തോഷത്തോടെയല്ല കാണുന്നത്. കാരണം അവരുടെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ക്യാമറമാൻ രാകേഷിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.